ഒന്നുമില്ലാത്തൊരു ചാനൽ പെട്ടെന്നൊരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സുമാണ് കിട്ടുന്നത്. ഒരു വീഡിയോ വൈറലാകുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് നേടാൻ പറ്റുള്ളൂ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഏതൊരു യൂട്യൂബറിൻ്റെയും ഇപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തവരായിരിക്കും, അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും, ചെറിയ തോതിൽ ഇൻകമൊക്കെ ഏൺ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഏതൊരു യൂട്യൂബറിൻ്റെയും ഒരു സ്വപ്നമാണ് നല്ല മില്യൺസ് ഓഫ് വ്യൂസ് നമ്മുടെ വീഡിയോയ്ക്ക് വരണമെന്നുള്ളത്. അതിനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും, നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മൾ നല്ല തംബ്ലൈൻ കൊടുക്കും, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും, ടൈറ്റിൽ കൊടുക്കും, നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ നോക്കും, നല്ല ക്വാളിറ്റിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കും. ഇതൊക്കെ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യും അല്ലേ? പക്ഷേ വേറൊരു വശത്ത് നല്ല ടൈറ്റിൽ കാണത്തില്ല, ഡിസ്ക്രിപ്ഷൻ കാണത്തില്ല, നല്ലൊരു ക്വാളിറ്റിയുള്ള വീഡിയോ പോലും ആയിരിക്കത്തില്ല. പെട്ടെന്ന് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അങ്ങ് ക്ലിക്കായി മാറും. നമ്മൾ എത്ര ആലോചിച്ചാലും ഇതിൻ്റെ ഗുഡൻസ് നമുക്ക് മനസ്സിലാകത്തില്ല. യൂട്യൂബിൽ നമ്മുടെ വീഡിയോ പെട്ടെന്ന് വൈറലാകണമെങ്കിൽ ഒരു കാരണമുണ്ട്. ആ കാരണം മിക്കപ്പോഴും ആരും ചെയ്യാറില്ല. അതെന്താ പറയുക, ഒരു ട്രിക്ക് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസിനും എനിക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. മാത്രമല്ല യൂട്യൂബ് റിലേറ്റഡ് ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്, യൂസ്ഫുൾ ആയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നമ്മളൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും, നമുക്ക് ആദ്യം തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വേണം, പിന്നെ ഷോർട്സിനൊക്കെ ആയാലും വ്യൂസ് വേണം, അതുപോലെ തന്നെ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് വാച്ച് അവർ വേണം, അങ്ങനെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകണം, അതിനുശേഷം നമുക്ക് $100 കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കണം. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഏതൊരു യൂട്യൂബറിൻ്റെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ ഒത്തിരി ഹാർഡ് വർക്കും ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയയും പോളിസിയും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കണം. മിക്ക ടെക് ചാനലിലെയും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആയാലും അവരുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് അവർ പെയ്ഡായിട്ടാണ് അവരുടെ ഗ്രൂപ്പിൽ അവർ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഫ്രീ സർവീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട്, അവരുടെ ചാനലിൻ്റെ ലിങ്ക് അയക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ ചാനൽ ലിങ്ക് അയക്കുമ്പോൾ തന്നെ ഇതിപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. നമുക്ക് പലപ്പോഴും എല്ലാം എടുത്ത് നോക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെയും അവർക്ക് മാക്സിമം ഞാൻ റിപ്ലൈയും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിലരുടെ വീഡിയോസൊക്കെ ആയാലും എടുത്ത് നോക്കുമ്പോൾ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള വീഡിയോസ് കാണും, അതുപോലെ തന്നെ ഒട്ടും രസമില്ലാത്ത വീഡിയോസും കാണും. അപ്പോൾ ഈ ഹൈ ക്വാളിറ്റി ഉള്ള വീഡിയോസ് ഉള്ള ആൾക്കാർ, അതായത് യൂട്യൂബർ, അവരുടെ എന്ന് പറയുമ്പോൾ മേ ബി സെറ്റിങ്സ് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലായിരിക്കും. യൂട്യൂബിൻ്റെ അൽഗോരിതത്തിനനുസരിച്ചായിരിക്കില്ല വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, തംബ്ലൈൻ ഇതൊന്നും ശരിയായിട്ടല്ലായിരിക്കും ചെയ്തിരിക്കുന്നത്. അഥവാ ശരിയാണെങ്കിൽ തന്നെ യൂട്യൂബിൻ്റെ അൽഗോരിതം എപ്പോഴും ഒരുപോലെ ഇരിക്കണമെന്നില്ല. ഇപ്പം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചത് വൈറലാകണം എന്ന് വിചാരിച്ചിരിക്കുന്ന വീഡിയോസിന് മേ ബി ഒട്ടും വ്യൂസ് കാണത്തില്ല. നമ്മൾ മേ ബി എന്തെങ്കിലും ജസ്റ്റ് എടുത്ത് ഒരു വൈറലാകത്തില്ല എന്ന് ചിന്തിച്ചിടുന്ന വീഡിയോയ്ക്ക് ആയിരിക്കും കൂടുതൽ വ്യൂസ് മേ ബി ഉണ്ടാകുക. അപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ സർവീസ് പെയ്ഡ് ആയിട്ടോ അല്ലാതെയോ നമ്മളിങ്ങനെ ആരോടെങ്കിലും പോയി ഹെൽപ്പ് ചോദിച്ചാലും മേ ബി അവരെല്ലാവരും കറക്റ്റായിട്ട് നിങ്ങളുടെ ചാനലൊക്കെ സെറ്റ് ചെയ്ത് തരുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോളോ അപ്പ് തരുമായിരിക്കും. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ചാനൽ വൈറലാകുന്നില്ല എങ്കിൽ അത് നമ്മുടെ കയ്യിലല്ല, ഒരു യൂട്യൂബറിൻ്റെയും കയ്യിലല്ല, അത് യൂട്യൂബിൻ്റെ കയ്യിൽ തന്നെയാണ്. ഒരുപാട് നല്ല കണ്ടന്റുകളുള്ള വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ആൾക്കാരിങ്ങനെ വാച്ച് ചെയ്യുന്നതനുസരിച്ച് മേ ബി അവർ കണ്ട് ഇഷ്ടപ്പെട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുമ്പോൾ അത് വൈറലായിപ്പോവും. അതല്ല, അവർ റിജക്റ്റ് ചെയ്ത് കുറച്ച് കണ്ട് റിജക്റ്റ് ചെയ്ത് വിടുമ്പോഴാണ് അത് തീരെ വ്യൂസിലാണ്ട് ഡൗൺ ആക്കി യൂട്യൂബ് വിടുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ചാനലിൽ നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഞാൻ അന്നും ഇന്നും ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് എനിക്ക് 2 മാസത്തിനുള്ളിൽ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങളും എന്നെ ഫോളോ ചെയ്ത് നിങ്ങൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. യൂട്യൂബ് എപ്പോഴാണ് നമ്മുടെ ഒരു വീഡിയോ വൈറലാക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പരിശ്രമിക്കുക. മേ ബി ഇന്നിട്ട വീഡിയോ ക്ലിക്ക് ആകണമെന്നില്ല, ഞാൻ നാളെ ഇടുന്ന വീഡിയോ ആയിരിക്കും ക്ലിക്ക് ആകുന്നത്. ഈ വീഡിയോ തന്നെ മേ ബി ക്ലിക്ക് ആകണമെന്നില്ല. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ശുഭാപ്തി വിശ്വാസം കയ്യിൽ വെച്ചുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണം.
വീഡിയോ ഇങ്ങനെ ഡെയിലി അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ ഒരു വീഡിയോ എങ്കിലും നിങ്ങളുടെ വൈറലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ തന്നെയാണ് സബ്സ്ക്രൈബേഴ്സും വ്യൂസ് ആയാലും കൂടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഡെയിലി മാക്സിമം വീഡിയോ അപ്ലോഡ് ചെയ്തേ പറ്റുള്ളൂ. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്ത് സബ്ജക്റ്റ് ആണെന്ന് ആദ്യം നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക. എന്നിട്ട് ആ സബ്ജക്റ്റിനെ പറ്റി ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെയായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് അത് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് റാപ്പിഡ് ടാഗ്സ് എന്നും പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ ചൂസ് ചെയ്തിട്ട് നമ്മൾ അത്രയും ടാഗ്സ് അതിന് താഴെയായിട്ട് ഇൻക്ലൂഡ് ആക്കി കൊടുക്കണം. ഇത് കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാവുള്ളൂ. അപ്പം ഗൈസ്, നിങ്ങളുടെ ചാനലിലെ വീഡിയോസ് വൈറലാകുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വീഡിയോസ് വൈറലാകും. നല്ല കണ്ടന്റ് റിലേറ്റഡ് ടോപ്പിക്ക് നിങ്ങൾ മസ്റ്റായിട്ടും ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കണ്ടന്റ് എടുത്തിട്ട് എല്ലാവരും ഇടുന്നതിനെക്കാളിലും ആൾക്കാരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ നോക്കുക മസ്റ്റായിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ 10 ലക്ഷം 20 ലക്ഷം 30 ലക്ഷം വ്യൂസ് വരെ നിങ്ങളുടെ ചാനലിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ പ്രോപ്പറായിട്ട് ഇടാൻ നോക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് ആൾക്കാർക്ക് മനസ്സിലാകണമെന്നില്ല. ചിലർക്ക് എക്സാമ്പിൾ കൂടി സഹിതം പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊരു കുക്കിംഗ് ചാനൽ, നമ്മളിപ്പോൾ ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തു. നമ്മൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് പേരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ചാനലിൽ പ്രത്യേകിച്ച് വ്യൂസ് ഒന്നും ഉണ്ടാകാത്തത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആ കുക്ക് ചെയ്യുന്ന സാധനം എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് മെനു എന്ന് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തിട്ട് എന്തൊക്കെ ചേരുവകളാണ് നമ്മൾ ചേർക്കുന്നത് നമ്മൾ ഓരോ പോയിന്റ് ആയിട്ട് കൊടുക്കണം. അതിനുശേഷം ഇത് നല്ല രുചികരമായി ഉണ്ടാക്കിയതാണ്, നല്ല ടേസ്റ്റി ആണെന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒരു കൺക്ലൂഷൻ പോലെ കൊടുക്കുക. നമ്മളൊരു അസൈൻമെന്റ് ഒക്കെ സെറ്റ് ചെയ്തില്ല, അതുപോലെ തന്നെ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ, അതിനുശേഷം കുറച്ച് പോയിന്റ്സ്, അതിനുശേഷം കൺക്ലൂഷൻ, പിന്നെ നമ്മുടെ ടാഗ്സും കാര്യങ്ങളും ഹാഷ് ടാഗ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.